ഉറങ്ങിക്കിടന്നിരുന്ന ഭൂടമെ വടിവാളും കടാരയും കൊണ്ട് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി. കോട്ടയം നെല്ലുകുത്തി യന്ത്രത്തിന്റെ ബെൽറ്റിൽ കുടുങ്ങി വീട്ടമ്മ മരിച്ചു. നിർത്ത്. എഴുന്നേറ്റ്. പോടാ. എന്നാ പോവാത്തെ? നിന്റെ അളിയന്റെ വീടാ. തൊള്ളയിൽ കയ്യിലടിക്കും ഞാൻ. പോടാ. നമ്മുടെ പിള്ളേരെവിടെ പോയി? പിള്ളേരെ കാക്കോണ്ടേ. ആരാ? മനസ്സിലായില്ല. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ ഒരാളാ. ഞാനിവിടുത്തെ ഒരാളാണല്ലോ. നിങ്ങൾക്ക് ആരാ കാണണ്ടേ? ആരും കാണേണ്ട കാര്യമില്ല. ഈ പറമ്പിൽ ആരും കാണാൻ എനിക്ക് ഇഷ്ടമല്ല. അത് പറയേണ്ടത് തമ്പ്യത്തെയാണല്ലോ. തമ്പ്യത്തിന്റെ കാലം കഴിഞ്ഞു. ഇപ്പൊ ഇതിന്റെ ചുമതലയല്ല എനിക്കാ. എന്ന് വെച്ചാൽ 8 ലക്ഷം ഉറുപ്പിക മുടക്കി ഇതെല്ലാം ഒരാൾ വാങ്ങിച്ചിരിക്കുന്നു. അത്ര തന്നെ. വെറുതെ കശവിശി ഉണ്ടാക്കാണ്ട് സ്ഥലം വിട്ടേ. വരണം. ഇത് ആര് വാങ്ങിച്ചെന്ന് പറഞ്ഞ്? ആരായാലും നിങ്ങൾക്ക് എന്താ? ഒരാൾ വാങ്ങിയിരിക്കുന്നു. ഇമ്മാനുള്ള കുടിയൊഴിപ്പിക്കലിന് എന്നെ നേരത്തെ നിങ്ങൾ അയച്ചു. അദ്ദേഹം വരുമ്പോ വരും. വല്ലവന്റെയും പറമ്പിന്റെ നെഞ്ചത്തൂടെ തന്നെ പോണെന്ന് ഇത്ര നിർബന്ധം എന്തുവാ രാഘവ? കാശ് കൊടുത്ത് സ്ഥലം വാങ്ങിച്ച ആള് പറയുന്നു അതുവഴി പോകണ്ടെന്ന്. പോകണ്ട, അതല്ലേ ഞാൻ ചിലപ്പോ. അത് ന്യായമാ എന്ന് പറഞ്ഞ ഒക്കത്തില്ലെന്നേ. അനിയും കൂട്ടം നടപട്ടേ പറ്റൂ. ഞാൻ ഇടപെടത്തില്ല രാഘവ. ഞാൻ ന്യായത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ചുറ്റിപ്പോണേ. ആഹാ, അതുകൊള്ളാം. എന്നാ ഒരു പരിഹാരം ഞാൻ പറയാം. ചിലപ്പാ എന്തോ അങ്ങനെ ഇതെല്ലാം കൂടെ വാങ്ങിച്ചിരിക്കുന്നത് 8 ലക്ഷം രൂപയ്ക്ക്. ഇദ്ദേഹം വേണമെങ്കിൽ 8,01,000 രൂപയ്ക്ക് വാങ്ങിച്ചോട്ടെ. എന്നിട്ട് നടക്കുവോ ഓടുവോ ചാടുവോ എന്തുവേണായിരിക്കും. ചിലപ്പാ 6:30 പോട്ടല്ലേ വരുന്നേ? അതെ. അയ്യോ, ഞാൻ ഇന്നെങ്കിലും നേരത്തെ ചെല്ലാന്ന് ചേച്ചിയോട് പറഞ്ഞതാ. പോട്ടെ. അപ്പൊ ഇതൊക്കെ പറ്റില്ല കേട്ടോ. അല്ല, എവിടെ? നാളെ തരാന്നേ. ഇക്കണക്കിന് ഞാനും ചുറ്റിപ്പോകത്തേ ഉള്ളൂ. എന്താ കുറുമ കണ്ടായിരുന്നോ? കണ്ടു. എന്താ പറഞ്ഞു? 2 ദിവസം കൊടുത്തേക്കാന്ന്. കോമാടൻ തന്നെ പറഞ്ഞു. പറഞ്ഞു. ശരി. ഹലോ, ഒന്ന് നിക്കണേ. വള്ളം കിട്ടും ഇവിടെ? വള്ളം വള്ളമല്ലേ കിടക്കുന്നേ? വള്ളം ഉണ്ട്, പക്ഷെ ആളില്ല. വള്ളം ഉണ്ട്, ആളില്ല. ചിലപ്പോ കൊച്ചൂടെ ഷാപ്പി കാണുമായിരിക്കും. എവിടെ പോനാ? താമരശ്ശേരി വീട്ടിലേക്കാ. ഓ, അത് ശരി. താമരശ്ശേരി വീട്ടിലേക്കാണോ? ആ ശരി. ചിലപ്പാ. ഓ, ഞാൻ വള്ളം എടുക്കുക. ഇപ്പൊ ഞാൻ ഉണ്ട്. ശരി. വാ. അത് ഞാൻ തരേ. വള്ളോട്ട് കളിക്കാൻ വെച്ചേ? ഇല്ലില്ല. ഡാൻസ് ചെയ്യും. വേണ്ട വേണ്ട, വള്ളത്തേലേറെ ആളുണ്ട്. അല്ല, താമരശ്ശേരിയിലെ നമ്മുടെ അനിയൻകുട്ടന്റെ അമ്മാവന്റെ മോള. അല്ല, വരുന്ന വിവരം എഴുതി അറിയിച്ചില്ലായിരുന്നു? പെട്ടെന്ന് തീരുമാനിച്ചതാ. അത് ശരി. ഇറങ്ങട്ടെ. ഇവിടങ്ങളിലൊക്കെ നേരെ ഇരട്ടി കഴിഞ്ഞാൽ പിന്നെ ആരെയും വഴി കാണത്തില്ല. ദാ കാണുന്ന ആ കടയില്ലേ, അവിടെ നേരെ വലത്തോട്ട് തിരിഞ്ഞാൽ. ഇനിയുള്ള വഴി എനിക്കറിയാം. ഓയ്, താങ്ക് യു. അതെനിക്ക് ഒരക്ഷരം മനസ്സിലായിട്ടില്ല. ഓ സോറി. നന്ദി. അല്ല, അത് വരെ വെച്ചു. പക്ഷെ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയത് പുണ്യത്തിനാന്ന് വിചാരിച്ചു.
എനിക്ക് കൂലി കിട്ടണം. കണ്ടിട്ട് കൂലി വാങ്ങിക്കുന്ന ആളാന്ന് തോന്നിയില്ല. അയ്യോ, ഞാൻ വാങ്ങിക്കും. ഞാൻ വാങ്ങിക്കുന്ന മാത്രമല്ല, എണ്ണി പറഞ്ഞു വാങ്ങിക്കും. ദാ, 2 രൂപ. കൊച്ചിനാട്ടിൽ കുറച്ചാളായില്ലേ? ഇപ്പൊ ഇതിന് 20 പൈസ വിലയുള്ളൂ. പിന്നെ എന്ത് വേണം? ഞാൻ സാധാരണ ഈ പണിയുന്ന ആളൊന്നുമല്ല. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 5 രൂപ ഞാൻ കൊടുക്കും. പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ 10 രൂപയും തരണം, കൂട്ടത്തിലൊരു പാട്ടും പാടണം. 10 രൂപയോ? ബോംബെ പോലും ഇല്ലല്ലോ ഇങ്ങനെ ഒരു കൂലി. എന്നാ പിന്നെ ബോംബെ എന്നൊരു വള്ളം കൊണ്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ദേ, ഇനി ഞാനോട് തന്നെ കാണിക്കും പറഞ്ഞേക്കാം. ചേട്ടാ, നേരത്തെ കടത്തിറക്കിയതും പോലെ കട പറ്റിയപ്പോ ഞാൻ പറഞ്ഞു. കൊച്ചി സ്ഥലം ഇത്തിരി പക്ഷേ എനിക്കിവിടെ 10 ആൾ വിളിച്ചിടാൻ പ്രശ്നമൊന്നുമല്ല. ഓയ് അയ്യോ, ബഹളമൊന്നും വെക്കലേ, കാശ് ഞാൻ തരാം. ദാ, ആ, ദേ, ആ 2 രൂപ ഇതാ. താങ്ക് യു. ആ, അത് ഞാൻ വരെ വെച്ചിട്ടുണ്ട്.